ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീനൻ യുവതാരം ജൂലിയൻ അൽവാരസ് നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ താരമായി കഴിഞ്ഞു എന്നുള്ള വാർത്തയൊക്കെ നിലവിൽ പുറത്തു വന്നു കഴിഞ്ഞു. താരം സിറ്റിയിൽ നിന്നും സിറ്റി വിടാനുള്ള കാരണം എന്തായിരിക്കും? നമുക്കറിയാം, അദ്ദേഹം 2022-23 സീസണിലാണ് സിറ്റിയിൽ എത്തിയത്. 36 മത്സരങ്ങൾ ആദ്യ സീസണിൽ കളിക്കുന്നു. 11 ഗോളും 9 അസിസ്റ്റും ഉണ്ട് 2022-23 സീസണിൽ സിറ്റിക്ക് വേണ്ടി ജൂലിയൻ അൽവാരസ് നേടിയത്. 2023-24 സീസൺ ആയപ്പോൾ 31 മത്സരമാണ് അദ്ദേഹം കളിച്ചത്. 9 ഗോൾ മാത്രമാണ് നേടിയത്. ഒരൊറ്റ അസിസ്റ്റ് പോലുമില്ല. ഇതിൽ നിന്ന് തന്നെ കാരണങ്ങൾ വ്യക്തമാണ്. കാരണം 2022-23 സീസണിൽ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നു. എർലിംഗ് ഹാലണ്ടിന്റെ കൂടെ, അതുപോലെ എർലിംഗ് ഹാലണ്ടിന് പകരക്കാരനായിട്ടൊക്കെ വന്നിരുന്നു. ഹാലണ്ടിന് പരിക്കുള്ള സമയത്തൊക്കെ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നു ആദ്യ 11-ൽ. 2023-24 സീസൺ ആയപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരന്റെ റോളായിരുന്നു. 70 മിനിറ്റ് 75 മിനിറ്റിന് ശേഷമൊക്കെയാണ് അദ്ദേഹത്തിന് കളത്തിലെത്താൻ കഴിഞ്ഞിരുന്നത്. ഒരു 15-20 മിനിറ്റാണ് സിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിരുന്നത്. ജൂലിയൻ അൽവാരസ് തന്നെ സൂചിപ്പിച്ചിരുന്നു, നിർണായകമായ പോരാട്ടങ്ങളിലൊക്കെ റിസർവ് ബെഞ്ചിൽ ഇരിക്കേണ്ടത് വളരെ നിരാശാജനകമാണ്. അതുപോലെ ഫൈനൽ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ നിർണായകമായ പോരാട്ടങ്ങളൊക്കെ കളത്തിലിറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് ഞാൻ. ആ ഒരു മത്സരത്തിലേക്ക് ഗോൾ അടിക്കുക എന്നതാണ് തന്റെ സ്വപ്നമെന്ന് ജൂലിയൻ അൽവാരസ് ഓൾറെഡി വ്യക്തമാക്കിയിരുന്നു. അതിൽ നിന്ന് വ്യക്തമാണ് സിറ്റിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല അവസാന സീസണിൽ. അതായത് 31ഓളം മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് രണ്ടാം പകുതിക്ക് ശേഷമൊക്കെയാണ് അദ്ദേഹം കളത്തിൽ ഇറങ്ങിയിരുന്നത്. 90 മിനിറ്റും അല്ലെങ്കിൽ 80-90 മിനിറ്റോ 70 മിനിറ്റോ ഒന്നും അദ്ദേഹത്തിന് പൂർണ്ണമായും ആദ്യ 11-ൽ ഇറങ്ങി കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും അൽവാരസ് സിറ്റി വിടാനുള്ള കാരണം അവസരങ്ങൾ ലഭിച്ചില്ല എന്നത് തന്നെയാണ്. എന്തായാലും സിറ്റി വിടുകയാണ് ജൂലിയൻ അൽവാരസ്. നിലവിൽ സിറ്റി വിട്ടിരിക്കുന്നു. നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ താരമായി കഴിഞ്ഞിരിക്കുകയാണ് ജൂലിയൻ അൽവാരസ്. എന്തായാലും സിറ്റിയിൽ കാഴ്ചവെച്ച പ്രകടനം, അല്ലെങ്കിൽ ജൂലിയൻ അൽവാരസിന് അത്ലറ്റിക്കോ മാഡ്രിഡിൽ ആദ്യ 11-ൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചാൽ സിറ്റിയിൽ നേടിയ അതേ പ്രകടനം ജൂലിയൻ അൽവാരസിന് മാഡ്രിഡിലും അത്ലറ്റിക്കോ മാഡ്രിഡിലും കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.